ഇനി നമ്മളിവിടെ പഠിക്കാൻ വേണ്ടി പോകുന്നത് നോൺ യൂണിഫോം ഫ്ലോ ത്രൂ ചാനൽസ് ആണ്. ഹെഡിങ് എഴുതിക്കോളുക. നോൺ യൂണിഫോം ഫ്ലോ ത്രൂ ചാനൽസ്. നോൺ യൂണിഫോം ഫ്ലോ ത്രൂ ചാനൽസ്. നമ്മൾ രണ്ട് ടൈപ്പ് ഫ്ലോസ് ആയിരുന്നു പഠിച്ചത്. എന്തായിരുന്നു? ഒന്ന് യൂണിഫോം ഫ്ലോയും ഒന്ന് അടുത്ത നോൺ യൂണിഫോം ഫ്ലോയും. എന്തായിരുന്നു യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്ലോയുടെ വെലോസിറ്റി, ഡെപ്ത്, പിന്നെ അതുപോലെ തന്നെ സ്ലോപ്പ് ഓഫ് ദ ബെഡ്, പിന്നെ അതുപോലെ തന്നെ ചാനൽ ഏരിയ, ഇതെല്ലാം എന്തായിരിക്കും ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദ ചാനലിൽ എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ട് വരുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരായിരുന്നു യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോൺ യൂണിഫോം വരുവാണെങ്കിൽ എന്തായിരിക്കും അതിൻ്റെ അകത്തെ ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് വെലോസിറ്റി ഓഫ് ഫ്ലോ, ഡെപ്ത് ഓഫ് ഫ്ലോ, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, സ്ലോപ്പ് ഓഫ് ദ ബെഡ്, ഇതൊക്കെ എന്താണ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റന്റ് അല്ലാതെ വരുവാണ് അതിനെ നമ്മൾ വിളിക്കുന്ന പേരായിരുന്നു നോൺ യൂണിഫോം ഫ്ലോ എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്നത് നമ്മൾ എന്താണ് ഫ്ലോയ്ക്കകത്ത് നമ്മൾ പഠിച്ചായിരുന്നു. ഓപ്പൺ ചാനൽ ഫ്ലോയുടെ ഫസ്റ്റിൻ്റെ നമ്മൾ എന്താണ് ക്ലാസിഫിക്കേഷൻ ഫ്ലോ ക്യാരക്ടറൈസേഷൻ്റെ അകത്ത് നമ്മളത് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നോൺ യൂണിഫോം ഫ്ലോയെ നമ്മൾ രണ്ടായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തൊക്കെയായിരുന്നു? ഫസ്റ്റ് വണ്ണാണ് റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോയും, രണ്ടാമത്താണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോയും. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി എഴുതാം. ഫസ്റ്റ് നമ്മൾ എന്തായിരുന്നു യൂണിഫോം ഫ്ലോ എന്താണെന്ന് എഴുതി. യൂണിഫോം ഫ്ലോ എന്താണെന്ന് പഠിച്ചായിരുന്നു. നെക്സ്റ്റ് നോൺ യൂണിഫോം ഫ്ലോ എന്താണെന്ന് പഠിച്ചു. നോൺ യൂണിഫോം ഫ്ലോ ഇതിനെ തന്നെ നമ്മൾ എന്താണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ, റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. നെക്സ്റ്റ് വൺ ആയിരുന്നു ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. എന്തായിരുന്നു റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ഫ്ലോ എന്തായിരുന്നു ഒരു സ്മോൾ ലെങ്ത് ഓഫ് ദ ചാനൽ വെച്ച് വേരി ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ വിളിച്ച പേരായിരുന്നു റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ. അതായത് നമ്മളിപ്പോൾ ഒരു ഹൈഡ്രോളിക് ജമ്പായിരുന്നു നമ്മളത് കൺസിഡർ ചെയ്തു. ഇവിടെ ഒരു വിയർ കൊടുക്കുവാണ്. എന്തായിരിക്കും ഫ്ലോ വന്ന് പെട്ടെന്ന് ഒരു ചെറിയ ലെങ്ത് വെച്ചിട്ട് ഇങ്ങനെ വരും. ഇവിടുത്തെ ഈ ഒരു പോർഷനിലെ നമ്മൾ എന്തായിരുന്നു ഫ്ലോയെ വിളിച്ചായിരുന്നു റാപ്പിഡ്ലി വേരിയഡ് ഫ്ലോ എന്നും. ഇവിടോട്ട് എന്ന് പറയാൻ പയ്യെ പയ്യെ ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വരുവാണെങ്കിൽ നമ്മുടെ വാട്ടർ ഫ്ലോ എന്ന് പറയുന്നത് ഒരുപാട് ദൂരത്ത്, അതായത് ഒരുപാട് ലെങ്ത് മുമ്പ് തൊട്ടേ പയ്യെ പയ്യെ ആയിരിക്കും ലെങ്ത് ഇത് ഇങ്ങനെ പയ്യെ പയ്യെ ആയിരിക്കും ഇതിൻ്റെ പുറത്തോട്ട് കൂടി കൂടി വരുന്നത്. ഇങ്ങനെ വന്നിട്ട് കൂടുന്ന ഇതിനെയായിരുന്നു നമ്മളെന്താണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. അതായത് പറഞ്ഞാൽ ഫ്ലോയുടെ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരുപാട് ലെങ്ത്തിൽ ഗ്രാജുവലി ഇൻക്രീസസ് ഓവർ എ ലോങ് ലെങ്ത് ഓഫ് ചാനലാണ് വരുന്നതെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ഗ്രാജുവലി വേരിയഡ് ഫ്ലോ. ഇതെല്ലാം നമ്മൾ എന്തായിരുന്നു നേരത്തെ നോട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. ഇനി അതൊന്നുകൂടി എഴുതേണ്ട ആവശ്യമുണ്ടോ? വേണമെങ്കിൽ പറഞ്ഞാൽ നമുക്ക് അവിടുത്തെ നോട്ടൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു കാര്യമാണ് സ്പെസിഫിക് എനർജി ഓർ സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി ഓർ ആൻഡ് സ്പെസിഫിക് എനർജി കർവ്. എനർജി കർവ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ എന്താണ് ബെർണോളിസ് ഇക്വേഷനും ഒക്കെ യൂസ് ചെയ്ത് നമ്മൾ എന്തായാലും ഒരു യൂണിഫോം ഫ്ലോ ചാനലിനകത്ത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചത്. അതുപോലെ നോൺ യൂണിഫോം ഫ്ലോയ്ക്കകത്ത് എങ്ങനെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഒരു ഫിഗർ വരയ്ക്കാം. ഇതാണ് നമ്മുടെ ഒരു ചാനലിൻ്റെ ഫ്ലോ ആണ്. ഇത് പറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ എന്താണ് ഡേറ്റയായിട്ട് കൺസിഡർ ചെയ്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ചാനലിൻ്റെ ബോട്ടം. ചാനൽ ബോട്ടം ഈ കൊടുത്തേക്കുന്ന ഈ ലൈനാണ്
ഫ്രീ സർഫസ് ഓഫ് വാട്ടർ, അതായത് നമ്മുടെ ചാനലിൽ എവിടം വരെയാണ് വെള്ളം കിടക്കുന്ന ആ ലെവൽ വരെ ഫ്രീ സർഫസ് ഓഫ് വാട്ടർ ഈ ഏറ്റവും മുകളിൽ വരച്ചേക്കുന്ന ഈ ഡോട്ടഡ് ലൈനാണ് സ്പെസിഫിക് എനർജി ലൈൻ. സ്പെസിഫിക് എനർജി ലൈൻ നമ്മുടെ ഒരു ചാനലിൻ്റെ നമ്മൾ ഡേറ്റം തൊട്ട് ചാനൽ ബോട്ടം വരെയുള്ള ഈ ലെങ്തിന് നമ്മൾ എടുക്കുന്ന ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തായിരിക്കും ഡേറ്റം ഹെഡ് പറയുന്നത്, അതായത് ഇസഡ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത്. ഇത്രയായിരിക്കും ഇസഡ് എന്ന് പറയുന്നത്. ഇസഡ് എന്ന് പറയുന്നത് എടുക്കുന്നത് എന്താ, ഈ ഡേറ്റം ഹെഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഡേറ്റത്തിൽ തൊട്ട് ചാനൽ ബോട്ടം വരെയുള്ള ഹൈറ്റിനാണ് നമ്മൾ എന്തായിരുന്നു ഡേറ്റം ഹെഡ് അല്ലെങ്കിൽ ഇസഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത നമ്മുടെ ഫ്രീ സർഫസ് വരെയുള്ള നമ്മൾ സാധാരണ ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കകത്ത് നമ്മൾ എങ്ങനെയായിരിക്കും യൂണിഫോം ഫ്ലോ വരുവാണെങ്കിൽ ഫ്രീ സർഫസ് വരെയുള്ളവിടെ നമ്മൾ പ്രഷർ ഹെഡ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. നമ്മുടെ ഇതിപ്പോൾ ഒരു നോൺ യൂണിഫോം ഫ്ലോ ആയത് കാരണം നമ്മുടെ ഇവിടെ ഓപ്പൺ ചാനൽ പ്രഷർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും. നമുക്ക് അവിടുത്തെ പ്രഷർ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്, അവിടുത്തെ ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് വെച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. അതായത് ഇതായിരിക്കുമല്ലോ നമ്മുടെ ഡെപ്ത് ഓഫ് ലിക്വിഡ്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്നത് ഇതായിരിക്കും നമ്മുടെ ഡെപ്ത് ഓഫ് ഫ്ലോ വരുന്നത് എച്ച്. ഇനി നമ്മുടെ ഇതിന് ഇടയ്ക്കുള്ള ഈ രണ്ടിൻ്റെ ഇടയ്ക്കുള്ള ഇവിടുത്തെ എന്താണ് പ്രഷർ ഹെഡ് എന്ന് പറയുമ്പോൾ ഇതിനെന്തായിരിക്കും V² ഡിവൈഡഡ് ബൈ 2G. ഇതായിരിക്കും അവിടുത്തെ പ്രഷർ ഹെഡ് എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ചായിരുന്നു എന്തായിരുന്നു പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ് എന്നാണ് ബെർണോളിസ് ഇക്വേഷൻ എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. ഓർക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ? എല്ലാവരും ഈ ഫിഗർ ഒന്ന് വരച്ചെടുത്തേ. ഓക്കെ, നമ്മുടെ ഒരു സാധാരണ ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എഴുതുന്നത്? ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും ഇരുന്നത്? നമ്മൾ ബെർണോളിസ് ഇക്വേഷനകത്തൊക്കെ എങ്ങനെയായിരുന്നു? പ്രഷർ ഹെഡ് പ്ലസ് വെലോസിറ്റി ഹെഡ് പ്ലസ് ഡേറ്റം ഹെഡ് എന്താണ് P/ρg പ്ലസ് V² ഡിവൈഡഡ് ബൈ 2G പ്ലസ് ഇസഡ് എന്നായിരിക്കും എഴുതുന്നത്. ഇതിനെന്തായിരിക്കും നമ്മളൊരു കോൺസ്റ്റന്റ് ആയിട്ടായിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇതായിരുന്നു നമ്മളെന്തായിരുന്നു ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. പക്ഷെ നമുക്കൊരു കാര്യം അറിയാം, ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്കകത്ത് പ്രഷർ ഹെഡ് അതായത് P/ρg എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയുടെ പ്രഷർ എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തായിരിക്കും അറ്റ്മോസ്ഫിയർ പ്രഷറിന് ഈക്വൽ ആയിട്ടായിരിക്കും മാറുന്നത്. അപ്പം നമുക്ക് എന്താണ് ഈ P/ρg എന്ന് പറയുന്ന ടേമിനെ നമുക്ക് എന്താണ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ ആയിരിക്കും. അതിന് പകരമായിട്ട് നമ്മൾ എന്തായിരിക്കും എടുക്കുന്നത്? എച്ച് വെച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. എഴുതിക്കോളും. ഇൻ കേസ് ഓഫ് open channel flow the pressure is constant comma hence P/ρg hence instead of P/ρg we use H. H എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെപ്ത് ഓഫ് ലിക്വിഡ് ഓർ ഡെപ്ത് ഓഫ് ഫ്ലോ അപ്പം നമ്മുടെ ഈക്വേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? H പ്ലസ് V² ഡിവൈഡ് ബൈ 2G പ്ലസ് ഇസഡ് എന്ന് പറയുന്നതായിരിക്കും നമുക്കൊരു കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ഇതെങ്ങനെ വന്നതെന്ന് P/ρg പ്ലസ് V² ബൈ 2G പ്ലസ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ് ഒരു ചാനൽ ഫ്ലോ ഒരു പൈപ്പ് ഫ്ലോയ്ക്ക് അല്ലെങ്കിൽ ഒരു എന്താണ് നമുക്ക് കോൺസ്റ്റന്റ് അറിയാം. ഒരു ഓപ്പൺ ചാനൽ ഫ്ലോയ്ക്ക് അത് പ്രഷർ എന്ന് പറയുന്നത് എന്തായിരുന്നു അറ്റ്മോസ്ഫിയറിക് പ്രഷറിന് ഈക്വൽ ആയത് കാരണം നമുക്ക് എന്താണ് അതിനെ P/ρg നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? എച്ച് വെച്ച് ഡിനോട്ട് ചെയ്യാം. അതായത് ഡെപ്ത് ഓഫ് ദ ലിക്വിഡ് അല്ലെങ്കിൽ ഡെപ്ത് ഓഫ് ഫ്ലോ എന്ന് വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആ ഇക്വേഷൻ എന്താണ് H പ്ലസ് V² ബൈ 2G പ്ലസ് ഇസഡ് എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കാം. ഇനിയിപ്പോൾ ഇവിടുത്തെ ഇസഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഹൈറ്റ് ഓഫ് ദ ബോട്ടം ഓഫ് ദ ചാനൽ എബോവ് ഡേറ്റം അതായത് ഡേറ്റത്തിൻ്റെ അവിടെ നിന്ന് ഇവിടെ ഫിഗർ നോക്കാം. ഡേറ്റത്തിൻ്റെ അവിടെ നിന്ന് എത്ര ഹൈറ്റിലാണ് നമ്മുടെ ചാനൽ ബോട്ടം ഉള്ളതെന്നതിനാണ് നമ്മൾ എന്തായിരിക്കും
ഇസഡ് വെച്ച് ഡിനോട്ട് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് വി എന്ന് പറയുന്നതെന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എഴുതിക്കോളാം, മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. മീൻ വെലോസിറ്റി ഓഫ് ഫ്ലോ. നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുക, നമ്മുടെ ഡേറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് ചാനലിൻ്റെ എന്താണ്, ബോട്ടം തന്നെയാണ്. അതായത് നമ്മളിവിടെ ഇത്രയും ഹൈറ്റ് മാറിയിട്ടാണല്ലോ എടുത്തത്. ഞാൻ ഇവിടെ തന്നെയാണ് ഡേറ്റ അസ്യൂം ചെയ്യുന്നതെങ്കിൽ അപ്പോൾ ഇസഡിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിപ്പോവും. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ ഇക്വേഷൻ മാറുന്നത്? ഒരു എഴുതാം, ഇഫ് ദ ചാനൽ ബോട്ടം ഈസ് taken as datum. ഒരു മിനിറ്റ്. If channel bottom is taken as datum, the total energy per unit weight of the liquid will be, the total energy per unit weight of liquid എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഞാനിപ്പോൾ അതിന് ഇ വെച്ചാണ് ടോട്ടൽ എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ലിക്വിഡിനെ ഞാൻ ഇ എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്യും. ഇ സീക്വൽ എന്തായിരിക്കും വരുന്നത്? ഇസഡിൻ്റെ വാല്യൂ 0 ആയി കഴിയുമ്പോൾ ബാക്കി എന്തുമായിരിക്കും? എച്ച് പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2g എന്നായിരിക്കും വരുന്നത്. ഈ എനർജി ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എനർജി എന്ന് പറയുന്നത്. ഈ എനർജി ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എനർജി. അപ്പോൾ സ്പെസിഫിക് എനർജിയുടെ ഡെഫിനിഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനർജി പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് ദ ലിക്വിഡ് വിത്ത് റെസ്പെക്ട് ടു ദ ബോട്ടം ഓഫ് ദ ചാനലിനെയാണ് നമ്മൾ എന്തായിരിക്കും സ്പെസിഫിക് എനർജി എന്ന് വിളിക്കുന്നത്. എഴുതിക്കോള്, സ്പെസിഫിക് എനർജി ഓഫ് എ ഫ്ലോയിങ് ലിക്വിഡ്, specific energy of a flowing liquid is defined as energy per unit weight of the liquid with respect to the bottom of the channel. എല്ലാവർക്കും മനസ്സിലായല്ലോ സ്പെസിഫിക് എനർജി എന്താണെന്ന്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇനി നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്പെസിഫിക് എനർജിയുടെ വേരിയേഷൻ വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ വെച്ച് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നതിന് ഒരു കർവ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എനർജി കർവ്. സ്പെസിഫിക് എനർജി കർവ് എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഇതാണ് ദ കർവ് വിച്ച് ഷോസ് ദ വേരിയേഷൻ ഓഫ് സ്പെസിഫിക് എനർജി വിത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ. അതായത് ഡെപ്ത് ഓഫ് ഫ്ലോയും സ്പെസിഫിക് എനർജിയും കൂടെ വെച്ച് നമ്മളൊരു ഗ്രാഫ് വരയ്ക്കണം. അതിൻ്റെ അകത്തോടെ കിട്ടുന്ന ആ കർവിനെ വിളിച്ച പേരാണ് സ്പെസിഫിക് എനർജി കർവ് എന്ന്. എഴുതിക്കോ. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് the curve which shows the variation of specific energy with depth of flow. ഓക്കെ, എന്താണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് എനർജിയുടെ വേരിയേഷനെ എന്തുമായിട്ട് ഉള്ള വിത്ത് ഡെപ്ത് ഓഫ് ഫ്ലോയും വെച്ചുള്ള വേരിയേഷനെ നമുക്ക് എന്താണ് ഗ്രാഫ് കർവിൻ്റെ ഷേപ്പിൽ കിട്ടുന്ന ആ കർവിനെ വിളിച്ച പേരാണ് സ്പെസിഫിക് എനർജി കർവ്. ഇതിനൊരു ചെറിയ ഡെറിവേഷൻ ഉണ്ട്.
നമ്മൾ മുമ്പ് എഴുതിയായിരുന്നു സ്പെസിഫിക് എനർജിയുടെ ഇക്വേഷനെ നമ്മൾ E ഈസ് ഈക്വൽ ടു H പ്ലസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2G നമ്മൾ എഴുതിയായിരുന്നു. ഇതിനെ തന്നെ ഞാൻ വേറൊരു ടേംസിൽ എഴുതാൻ പോവാണ്. ഈക്വൽ ടു EP പ്ലസ് EK എന്നുണ്ട്. ഇതിൻ്റെ അതെന്ന് പറഞ്ഞാൽ നമുക്കൊരു എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ചാനലിനകത്ത് രണ്ട് ടൈപ്പ് എനർജി ആയിരിക്കും, പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയുടെ ആയിരിക്കും വരുന്നത്. ഇവിടെ അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. EP എന്ന് പറയുവാണെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലോ, അതായത് ഫ്ലോയ്ക്ക് പൊട്ടൻഷ്യൽ എനർജി പറഞ്ഞാൽ എത്ര എനർജി വന്നിരിക്കുന്നു. EK എന്ന് പറഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ഫ്ലോ ആയിരുന്നു നമ്മൾ എഴുതിക്കോളാം. വേർ EP ഈക്വൽ ടു പൊട്ടൻഷ്യൽ എനർജി ഓഫ് ഫ്ലോ, എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ്. അതെന്ന് പറഞ്ഞാൽ H. പിന്നെ നെക്സ്റ്റ് ആണ് EK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈനറ്റിക് എനർജി ഓഫ് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്, ബി സ്ക്വയർ ഡിവൈഡ് ബൈ 2G. നമ്മൾ സാധാരണ ഒരു കേസിൽ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരുന്നത്, അതായത് എന്തെങ്കിലും ഒരു ഹൈറ്റിലേക്ക് ഇരിക്കുന്നത്, അതിനായിരിക്കും നമ്മൾ എന്തായാലും പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ എന്തായാലും എന്തെങ്കിലും മോഷൻ ഉണ്ടായിരിക്കും. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും, ആ വാട്ടർ നമ്മൾ എന്താണ് ഒരു ചാൻഡിൽ കൂടെ ഫ്ലോ ചെയ്യുമ്പം ഒരു H ഹൈറ്റിലാണ് നമ്മൾ ഫ്ലോ ചെയ്യുന്നത്. അപ്പം നമുക്ക് എന്തായിരിക്കും, അവിടെ എന്തായിരിക്കും ഒരു പൊട്ടൻഷ്യൽ എനർജി കാണും. കൈനറ്റിക് എനർജി ഒന്ന് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് വരുന്നതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഈ ഇക്വേഷന് ഇമ്പോർട്ടൻറ്റ് E ഈസ് ഈക്വൽ ടു EP പ്ലസ് EK എന്നുള്ളത്. ഇത്ര ഇക്വേഷൻ നിങ്ങൾ കാണാൻ പഠിച്ചിരിക്കണം. പലപ്പോഴും കോമ്പറ്റേറ്റീവ് എക്സാംസിന് അല്ലാത്തതിലുമൊക്കെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യും. എഴുതിക്കോളാം. കൺസിഡർ എ റെക്ടാങ്കുലർ ചാനൽ in which a steady but non-uniform flow takes place. Consider a rectangular channel in which a steady but non-uniform flow takes place. ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് സ്റ്റഡി ഫ്ലോ എന്താണെന്ന് അറിയാമായിരിക്കും, നോൺ യൂണിഫോം ഫ്ലോ എന്താണെന്ന് അറിയാമായിരിക്കും. ഓക്കെ, ലെറ്റ് capital letter Q be the discharge through the channel. Let capital letter Q be the discharge through channel. Next, small letter B is equal to width of the channel. H, depth of flow. Next, small letter Q, discharge per unit weight, unit width ആണ്. നമ്മുടെ ഒരു ചാനലിൻ്റെ അകത്ത് നമുക്ക് അതിൻ്റെ അകത്ത് വരുന്ന ഡിസ്ചാർജിനെയും അതുപോലെ തന്നെ എന്താണ് വിഡ്ത്ത് ഓഫ് ദ ചാനലിനെ നമുക്ക് എന്താണ് കോൺസ്റ്റൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് എഴുതാം ദെൻ സ്മോൾ ലെറ്റർ Q, അതായത് ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമുക്ക് എഴുതാം, ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ വിഡ്ത്ത് ആണ് വരുന്നത്. എന്തായിരിക്കും Q ഡിവൈഡഡ് ബൈ സ്മോൾ ലെറ്റർ B. ഇതിനെയാണ് നമ്മൾ എന്തായിരിക്കും ഒരു ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ഇതെന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മളിപ്പോൾ ഒരു ചാനലിൻ്റെ അകത്തെന്ന് പറഞ്ഞാൽ നമ്മളെന്താണ് രണ്ട് പോയിന്റ് കൺസിഡർ ചെയ്യുക. അവിടെ രണ്ടിടത്തും ഈ ചാനലിൻ്റെ വിഡ്ത്ത് എന്തായാലും കോൺസ്റ്റൻ്റ് ആയിരിക്കുമല്ലോ, ഡെപ്തിൻ്റെ വേരിയേഷൻ വരുത്തുള്ളൂ. പിന്നെ അവിടുത്തെ എന്താണ് ഡിസ്ചാർജ്, അതിൻ്റെ അകത്തൊരു ഫ്ലോ ചെയ്യുന്ന വാട്ടറിൻ്റെ എമൗണ്ട് എന്തായിരിക്കും സെയിം ആയിട്ടായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് പറയാം ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ Q ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ലെറ്റർ Q ഡിവൈഡ് ബൈ B എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാൻ പറ്റും. നമുക്കിനി അടുത്ത വെലോസിറ്റി ഓഫ് ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി ഓഫ് ഫ്ലോ എന്തായാലും നമുക്ക് വെലോസിറ്റിയും കണ്ടിന്യൂറ്റി ഇക്വേഷൻ അത് നമുക്ക് എങ്ങനെയായിരുന്നു,
ക്യൂ ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാമല്ലോ. അപ്പോൾ നമുക്കിവിടെ എങ്ങനെ എഴുതാം? വെലോസിറ്റി ഓഫ് ഫ്ലോ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഡിസ്ചാർജ് ബൈ ഏരിയ എന്ന് പറഞ്ഞ് കൊടുക്കാം. എന്താണ് ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ? ക്യൂ ഡിവൈഡഡ് ബൈ ഏരിയ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ബി ഇൻറ്റു എച്ച് ആയിരിക്കും വരുന്നത്. ബി എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ദ ചാനൽ, എച്ച് എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് ദ ഫ്ലോ ആയിരിക്കും. അപ്പോൾ നമുക്ക് ക്യൂ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്തായിട്ട് എഴുതാൻ പറ്റും? സ്മോൾ ലെറ്റർ ക്യൂ ഡിവൈഡഡ് ബൈ എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ടേംസിലും എഴുതാൻ പറ്റും. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ എന്താണ്? ഒരു സ്പെസിഫിക് എനർജി ഇക്വേഷൻ ഉണ്ടല്ലോ, ഇ ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ 2g എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ. അതിൻ്റെ അകത്തോട്ട് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂസ് ഓഫ് the value of V in specific energy equation ഇതായിരിക്കും വരുന്നത്. E is equal to H plus Q square divided by 2GH. ഇക്വേഷൻ നമുക്ക് എന്തായിട്ട് എഴുതാം? EP പ്ലസ് EK എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? വേരിയേഷൻ ഓഫ് സ്പെസിഫിക് എനർജി വിത്ത് ഡെപ്ത് ഓഫ് ഫ്ലോ വെച്ചിട്ടുള്ള റിലേഷൻ. ഇതിൻ്റെ അകത്ത് രണ്ട് ടേംസിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ഡെപ്ത് ഓഫ് ഫ്ലോ ഉണ്ട്. രണ്ട് എഴുതിക്കുള്ള സൈഡിലോട്ട് എഴുതിക്കേക്കാം. This equation gives the variation of specific energy ബ്രാക്കറ്റിൽ എഴുതിക്കോളാം E with the depth of flow. ഇവിടം വരെ എല്ലാവർക്കും മനസ്സിലായല്ലോ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്കിതിനെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനായിട്ട് നമുക്ക് ഗ്രാഫ് വരച്ച് നോക്കാം. എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. എക്സ് ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ആക്സിസിൽ സ്പെസിഫിക് എനർജിയാണ് കൊടുക്കുന്നത്. സ്പെസിഫിക് എനർജി ഇ ആണെന്നും വൈ ആക്സിസിൽ നമ്മൾ കൊടുത്തേക്കുന്ന ഡെപ്ത് ഓഫ് ഫ്ലോ ആയിരിക്കും. അതായത് ഡെപ്ത് കൊടുത്തേക്കുന്നത്. നമ്മുടെ സ്പെസിഫിക് എനർജിയുടെ അല്ലാതെ പൊട്ടൻഷ്യൽ എനർജി, അതായത് ഫസ്റ്റ് ടേം ഇ പി എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്? എച്ച് വെച്ചിട്ടായിരിക്കും. അപ്പം നമുക്ക് എന്താണ് അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും? ഡെപ്ത് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്കൊരു എന്താണ് ഒരു ലൈനായിട്ടായിരിക്കും കിട്ടുന്നത്. ലൈൻ വിത്ത് ആൻ ആംഗിൾ 45 ഡിഗ്രി വെച്ചിട്ട് നമുക്ക് എന്തായിരിക്കും ഒരിത് കിട്ടുന്നതിനായിരിക്കും നമുക്ക് എന്താണ് 45 ഡിഗ്രി ആംഗിൾ വരുന്ന ഒരു ലൈനായിരിക്കും നമുക്ക് എന്താണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ആ കർവ് വരുന്നത്. ഇതിനാണ് ഇ പി ഈസ് ഈക്വൽ ടു എച്ച് എന്ന് പറയുന്ന കർവ് വരുന്നത്. ഓക്കെ, ഇ പി ഈക്വൽ ടു എച്ച് എന്ന് പറഞ്ഞ് കിട്ടുന്നത്. ഇനി നെക്സ്റ്റ് എന്താണ് നമ്മുടെ അടുത്ത ടേം? ഇ കെ എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമുക്ക് വന്നേക്കുന്നത്? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2GH സ്ക്വയർ എന്നായിരിക്കും വന്നേക്കുന്നത്. അതിൻ്റെ അകത്തുനിന്ന് ഞാനിപ്പോൾ അതിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ്. ഇ കെ ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ എച്ച് സ്ക്വയർ എന്ന് പറഞ്ഞത്. ഇതിൻ്റെ അകത്തുനിന്ന് കെ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2G. അതെന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോയ്ക്ക് ഇത്രയും സാധനങ്ങൾ എന്തായിരിക്കും കോൺസ്റ്റൻ്റ് ആയിട്ടായിരിക്കും വരുന്നത്. നോൺ യൂണിഫോം ഫ്ലോ ആയ കാരണം എന്തായിരിക്കും ഡെപ്ത് ചേഞ്ച് ചെയ്ത് വരുന്നത്. അതിനെ ഞാനിപ്പോൾ പ്ലോട്ട് ചെയ്യുവാണ്. ഇങ്ങനൊരു കർവായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഈ കർവിൻ്റെയാണ് ഇ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2GH സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടിയേക്കുന്നത്. ഇ കെ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2GH. നമുക്ക് എന്തായിരുന്നു സ്പെസിഫിക് എനർജിയും കൊണ്ട് ഇത് രണ്ടിൻ്റെയും കൂടെ വേരിയേഷനുള്ള കർവിനെയാണ് നമ്മൾ എന്താണ് സ്പെസിഫിക് എനർജി കർവ് എന്ന് പറയുന്നത്. അതെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സം ചെയ്ത് വരുന്നത്. അപ്പം നോക്കിക്കാം, ആ കർവ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. നമ്മുടെ ഇതാണ് ഈ ലൈനെ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്പെസിഫിക് എനർജി
കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? E ഈസ് ഈക്വൽ ടു എച്ച് പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2g h സ്ക്വയർ എന്ന് പറഞ്ഞ് കിട്ടുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക, ഇ പി ബൈ എച്ച് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഇ കെ ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2g h സ്ക്വയർ എന്ന് നമുക്ക് കിട്ടുന്ന ഒരു പരാബോളിക് കർവ് ആയിരിക്കും. ഇതിൻ്റെ രണ്ടിനെയും കൂടെ സം ചെയ്ത് വരുന്നതാണ് നമുക്ക് എന്തായിരിക്കും, രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ സ്പെസിഫിക് എനർജി കർവ്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്തേക്കുന്നത് എ സി ബി എന്ന് പറഞ്ഞായിരിക്കും ഡിനോട്ട് ചെയ്തേക്കുന്നത്. എ സി ബി കർവ് എ ബി സി എന്ന് പറയുന്നതായിരുന്നു, എ സി ബി എന്ന് പറയുന്നതായിരിക്കും സ്പെസിഫിക് എനർജി കർവ്. എല്ലാവരും വരച്ചെടുത്തോ? നമ്മുടെ ഈ സ്പെസിഫിക് എനർജി കർവിൻ്റെ അകത്ത് വരുന്ന രണ്ട് ടേംസ് ആണ് ക്രിട്ടിക്കൽ ഡെപ്തും അതുപോലെ തന്നെ ക്രിട്ടിക്കൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പോയിന്റിലാണോ നമ്മുടെ സ്പെസിഫിക് എനർജി മിനിമം വാല്യൂ വരുന്നത് അവിടുത്തെ ഡെപ്ത് ഓഫ് ഫ്ലോയെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡെപ്ത് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫിഗർ നോക്കിക്കേ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഏറ്റവും കുറവ് നമുക്ക് എവിടെ ആയിരിക്കും സ്പെസിഫിക് എനർജി മിനിമം വരുന്നത്? ഈ ഒരു പോയിന്റിലായിരിക്കും വരുന്നത്. ഈ ഒരു പോയിന്റിലെ നമ്മൾ എന്തായിരിക്കും എനർജിയെ വിളിക്കുന്ന പേരാണ്, അവിടുത്തെ ഡെപ്തിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ ഡെപ്ത്. അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് സി എന്ന് വെച്ചായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. എഴുതിക്കോളുക, ക്രിട്ടിക്കൽ ഡെപ്ത്. ക്രിട്ടിക്കൽ ഡെപ്ത് it is defined as the depth of flow at which the specific energy is minimum. The specific energy is minimum. Critical depth is defined as the depth of flow of water at which the specific energy is minimum. In a denotation, it is denoted by H suffix C. ഇനി നമ്മുടെ ഈ ഫിഗറിൻ്റെ അതിനകത്ത് എവിടെയായിരുന്നു നമുക്ക് സ്പെസിഫിക് എന്താണ് ക്രിട്ടിക്കൽ ഡെപ്ത് വന്നിരിക്കുന്നത്? സി എന്ന് പറയുന്ന പോയിന്റിലായിരിക്കും. അടുത്ത പോയിന്റ് ആയിട്ട് എഴുതിക്കാം. ഇൻ കർവ് ACB, in curve ABC is a specific energy curve. And point C corresponds to minimum specific energy. In curve ACB is a specific energy curve at a point C corresponds to minimum specific energy. The depth of flow of water at C is known as critical depth. The depth of flow of water at C is known as critical depth. ഇനി നമുക്ക് ഇതിനൊരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷന് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്പെസിഫിക് എനർജിയെ നമ്മൾ എന്തായിരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു ഡെപ്ത് ഓഫ് ഫ്ലോ വെച്ചിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. പിന്നെ അതിന് ഈക്വേറ്റിംഗ് ടു 0 ചെയ്യണം. അതായത് DE/DH ഈക്വൽ ടു 0 എന്ന് പറയുന്ന പോയിന്റിലോട്ട് നമ്മൾ ഇക്വേഷന് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്തായിരുന്നു നമ്മുടെ ഇ എന്ന് പറയുന്നത്? ഇ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? എച്ച് പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2g h സ്ക്വയർ എന്ന് പറയുന്നത് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. D/DH ഓഫ് h പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2gh ഈക്വൽ ടു 0. എന്താണ് ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1 പ്ലസ് ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ 2g ഇൻറ്റു -2 ഡിവൈഡ് ബൈ h റേസ് ടു h ക്യൂബ്. എങ്ങനെ കിട്ടുന്നതെന്ന് അറിയാമായിരിക്കുമല്ലോ.
ഈക്വൽ ടു 0. ഡി ബൈ ഡി എക്സ് ഓഫ് 1 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? നമ്മളെന്തായിരിക്കും ഡി ബൈ ഡി എക്സ് ഓഫ് എക്സ് മൈനസ് 2 എന്നായിരിക്കും നമ്മൾ എഴുതുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും വരുന്നത്? എക്സ് മൈനസ് 2 മൈനസ് 1 ഡിവൈഡഡ് ബൈ മൈനസ് 2 മൈനസ് 1. അങ്ങനെയല്ലല്ലോ, ഒരു മൈനസ് 2 ആയിരിക്കും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? മൈനസ് 2 ഇൻറ്റു 1 ബൈ എക്സ് റേസ് ടു 3 ആയിരിക്കും വരുന്നത്. ഇതാണ് ഞാനിവിടെ ചെയ്തിട്ടേക്കുന്നത്. ഇങ്ങനെ കിട്ടും. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? ക്യൂ ബൈ 2g എന്ന് പറഞ്ഞാൽ നമുക്ക് ടേം എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ചെയ്യണം. അപ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 1 മൈനസ് ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എച്ച് ക്യൂബ് ഈക്വൽ ടു 0 എന്ന് പറയും. നമുക്ക് എങ്ങനെ എഴുതാം? 1 ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡ് ബൈ ജി എച്ച് ക്യൂബ്. പിന്നെ നമുക്ക് എന്തെഴുതാം? എച്ച് ക്യൂബ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എന്ന് എഴുതാം. അപ്പോൾ എച്ച് എന്ന് പറയുമ്പോൾ എന്തായിട്ട് എഴുതാം? എച്ച് ഈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി ഹോൾ റേസ് ടു 1/3 എന്ന് പറയുന്നത് നമുക്ക് എഴുതാം. ആ ക്രിട്ടിക്കൽ ഡെത്തിനെ നമുക്ക് ഡിനോട്ട് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ്. എഴുതിക്കൊള്ളാം. ഇതുവരെ എഴുതിയോ എല്ലാവരും? ഡെറിവേഷൻ എഴുതിടുക ബാക്കിയായിട്ട്. ബട്ട് വെൻ specific energy is minimum, depth is critical, and it is denoted by HC. Therefore critical depth HC is equal to Q square divided by G whole raised to 1/3. Important equation ആണ്, എല്ലാവരും പഠിക്കണം.